ഞാൻ കടത്താൻ പറ്റുമോ ജസ്റ്റ് ആ ഒരു ഫീൽ ആസ്വദിക്കാനാണ്. അസ്സലാമലൈക്കും പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനലുകൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചെറിയൊരു ഹാപ്പിനെസ്, നമ്മളെ അമ്പിളീൻ്റെ ചെറിയൊരു ഹാപ്പിനെസ്സാണ്. പെണ്ണു അലക്കിയ സാധനം വൃത്തിയാക്കിയായിട്ട് സിറ്റൗട്ടിൽ വെറുതെ വെച്ചതാണ്. ആ സമയത്ത് അവൾ ചുമ്മാ കയറി കിടന്നൊരു അഭ്യാസപ്രകടനം കാണിച്ചപ്പോൾ ബെഡ്റൂമിനകത്ത് വെച്ചൊന്ന് ക്രിയേറ്റ് ചെയ്താട്ടോ. അത് രസം അടിപൊളി ഞാൻ കണ്ടോക്കി. പിന്നെ പെണ്ണിൻ്റെ തന്നെ പ്രസവിച്ച് ആ സമയത്ത് വാങ്ങിയ സാധനം നമ്മള് അപ്പോൾ അവള് പ്രസവിച്ച സമയത്ത് വാങ്ങിയ സാധനം. അപ്പൊ ഇതിനകത്ത് കിടക്കണ ഫീല് എന്താണെന്ന് ഒരു കുട്ടിയൊക്കെ അറിയില്ലല്ലോ. ഫീൽ അറിയട്ടോള്. അപ്പൊ ഓള് ചെറിയ കുട്ടി കരഞ്ഞ വരുന്നകത്ത് കരഞ്ഞിരുന്നു. പിന്നെ വിരലി വീണ്ട് മിഞ്ഞ കുടിച്ചിരുന്നു. അങ്ങനെയൊക്കെ കാട്ടിയിട്ടുണ്ടോ. അവളെ ഈ ഒരു ഫീല് അവര് ആസ്വദിക്കട്ടെ കുറച്ച് നേരം. ഇത് പൊട്ടിച്ചോ വല പൊട്ടിച്ചോ ഇനിയെ കുത്തി മറിയുണ്ട് കേട്ടോ. എന്തൊക്കെ ഹാപ്പിയാ കണ്ടോ കുറച്ചു നേരം. ആ ഒരു പ്രസവിച്ച ഉടനെ നമ്മള് കൊതുകടിച്ചാലും അരുമ്പടിച്ചാലൊക്കെ ഇരിക്കാനൊക്കെ കിടത്തുന്ന ആ ഒരു കിടത്ത് അവർക്ക് ആസ്വദിക്കാനും ഒന്നും അറിയില്ല. എന്താ സംഭവം നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മള് ഗൈസ് ബേബി പ്രസവിച്ചു ഗൈസ്. അങ്ങനെ ബേബി രണ്ടാമത് പ്രസവിച്ചു ഗൈസ്. ഇതാണ് ചെറിയ കുട്ടി. ഡയലോഗ് അടിച്ച കുട്ടി കേട്ടോ. എത്ര പെട്ടെന്നോ മാഷല്ലാ. അവളേ ഈ പെണ്ണിന്റെ തന്നെ പ്രസവിച്ച് ആ സമയത്ത് വാങ്ങിയ സാധനം കേട്ടോ നമ്മള്. അപ്പോൾ അവള് പ്രസവിച്ച സമയത്ത് വാങ്ങിയ സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് കിടക്കണ ഫീല് എന്താണെന്ന് ഒരു കുട്ടിയേക്കും അറിയില്ലല്ലോ. അപ്പോൾ ആ ഫീൽ അറിയാട്ടോള്. അപ്പോൾ ഓള് ചെറിയ കുട്ടി കരഞ്ഞ വരുന്നകത്ത് കരഞ്ഞിരുന്നു. പിന്നെ വിരലിയും വീണ്ട് അമ്മിഞ്ഞ കുടിച്ചിരുന്നു. അങ്ങനെയൊക്കെ കാട്ടിയിരുന്നു. അവളേ ഈ ഒരു ഫീൽ അവര് ആസ്വദിക്കട്ടെ കുറച്ചു നേരം. ഇത് പൊട്ടിച്ചോ വല പൊട്ടിച്ചോ കുഞ്ഞിയെ കുത്തി മാറിയുണ്ട് കേട്ടോ. എന്തൊക്കെ കാട്ടിട്ട് കുഞ്ഞിപ്പെണ്ണ ഹാപ്പിയാ കണ്ടോ കുറച്ചു നേരം. അവൾ ആ ഒരു പ്രസവിച്ച ഉടനെ നമ്മൾ കൊതുകടിച്ചാലും അരുമടിച്ചാൽ ഇരിക്കാനൊക്കെ കിടത്തുന്ന ആ ഒരു കിടത്ത് അവർക്ക് ആസ്വദിക്കാനും ഒന്നും അറിയില്ലല്ലോ. എന്താണ് സംഭവം എന്ന് അപ്പം മനസ്സിലാവില്ല. അപ്പോൾ നമ്മളിനി ബേബി അടുത്ത പ്രസവത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ്. അധികം ദിവസങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഒരു ചിലപ്പോൾ 2 മാസം ഉണ്ടോ? 2 മാസം ഒന്നും എന്തായാലും 1 മാസം കഴിഞ്ഞാൽ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്. 1 മാസം നമ്മൾ പ്രതീക്ഷിക്കണം. കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒന്നുകൂടി എക്സ്ട്രാ വാങ്ങേണ്ട ഒരു ഘട്ടമാണ് കാണുന്നത് ഇപ്പോൾ അല്ലേ കുഞ്ഞേ. അപ്പോൾ നമ്മൾ ഇത് തിരുമ്പിട്ടിക്കണിഞ്ഞ് ഇപ്പോൾ അമ്മ അന്ന് ചെറിയ കുട്ടിക്ക് വേറെ വാങ്ങേണ്ടി വരും. ഇതിലേറെ വലുത് വാങ്ങുക നല്ലതുകൊണ്ട്. ഇന്നലെ എന്നാ ഇപ്പോൾ കിടക്കത് ഓളിപ്പോൾ അതിൽ അർമ്മതിച്ചാണ്. എന്താവും അവസ്ഥ അറിയില്ല. അതിന് മുന്നേ കേടെടുത്തി കളയുമ്പോൾ സംശയമുണ്ട്. ഏതായാലും തൽക്കാലം എടുത്തേക്കേണ്ട അവസ്ഥയാണല്ലേ. ഈ പണി കിട്ടും. എന്താ എൻ്റെ അഭിപ്രായം ഉണ്ടോ? കളിച്ചോട്ടേതാ കുറച്ചേരം കളിച്ചോട്ടെ. ഞേ ചോട്ടെ എന്നാ പരിപാടി? ഇത് എണ്ണിൻ്റെ ആണ്. ചെറിയ എണ്ണിൻ്റെ ആണ്. എൻ്റെതല്ല, ചെറിയ എണ്ണിൻ്റെ അല്ല. എണ്ണിൻ്റെ ആണ് കേട്ടോ. എണ്ണിൻ്റെ ഇനി എണ്ണി കുട്ടിയും കിടക്കൂലേ അല്ലേ? രണ്ടാളും കിടക്കൂലേ? പിന്നെ രണ്ടാളും കിടക്കൂലേ? എണ്ണി കിടക്കും കുഞ്ഞിയും കിടക്കും കേട്ടോ. അപ്പോൾ ഓളാ ഒരു ഫീലൊന്ന് കാണാൻ വേണ്ടി വെറുതെ ഒരു വീഡിയോ എടുത്താട്ടെ ഗൈസ്. എപ്പടി ചവിട്ടി പൊളിച്ചാലാട്ടോ അപ്പാൻ്റെ കുട്ടി. പുതിയ നമുക്ക് വാങ്ങുന്നുണ്ട് കേട്ടോ. അതിനാണ് ഇപ്പോൾ ലക്ഷണം കാണുന്നത്. ഒക്കെ കണ്ടപ്പോൾ ഈ കടക്കണം. അപ്പോൾ പിന്നെ എന്നാൽ വെറുതെ ഒന്ന് കടത്തി വയ്ക്കിയതാണ് പെണ്ണു ഇതൊക്കെ തന്നെ പരിപാടി ഇവിടെ. ഇഞ്ഞായി കടത്താൻ പറ്റുമോ പെണ്ണു? ജസ്റ്റ് ആ ഒരു ഫീൽ ആസ്വദിക്കാനാണ് ഗൈസ്. അടുത്ത ഞാനായിരിക്കും കിടക്കുന്നത്. ആ ഒരു ഫീൽ ആസ്വദിക്കാൻ പറ്റുമോ ഓളമാര് ഗൈസ്? എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഗൈസ്. നടക്കുമെന്നറിയില്ല. അത് സത്യത്തിൽ നമ്മളൊക്കെ മനസ്സിലുള്ള കാര്യം തന്നെയായിരുന്നു. ബെഡിന് വലയിടണം എന്നൊക്കെ. ഇൻഷാ അല്ലാഹ്. ബായി ഇവിടെ ഉണ്ട്. ഓളിപ്പം ഞാൻ ബംഗാളി ആക്കിക്കണം. ബായി എന്ന് വിളിച്ചത്. പെണ്ണ് ബായി വിളിച്ചതല്ല. അതേ കേട്ടാണ് പോളും ബായി വിളിച്ചു. ഗൈസ് ഇത് നമ്മൾ ചുമ്മാ തമാശക്ക് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അവളെ സന്തോഷം കണ്ടപ്പോൾ അവളെ സിറ്റ് ഔട്ടിൽ പെണ്ണിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിങ്ങനെ അവൾ ചുമ്മാ കയറി കടന്നാണ്. അപ്പോൾ അത് നമ്മൾ ഇന്ന് റീക്രിയേറ്റ് ചെയ്തു. ബെഡ്റൂമിനകത്ത് വെച്ചു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.